ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഓംലെറ്റ് ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. സൂപ്പറാണ്, ഹെൽത്തിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ സ്നാക്കായിട്ടും കൊടുക്കാൻ പറ്റും. നല്ല അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു പിഞ്ച് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല എന്താ പറയുക, നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നെങ്കിൽ നമ്മുടെ ഈ ഓംപ്ലേറ്റ് നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. നല്ല ഫ്ലഫി ആയിട്ട് വരണമെങ്കിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ കൊണ്ട് ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പതപ്പിച്ചെടുക്കുക. ഇനി ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ എടുക്കുക, ടേസ്റ്റ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഓയിൽ എടുത്താലും മതി, വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. ഓയിലാണ് കുറച്ചുകൂടി നല്ലത്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലാണ് നല്ലത്. അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല ചൂട് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് പാനിലേക്ക്. അതിനുശേഷം ഫ്ലെയിം ലോയിലേക്ക് വെക്കുക. ആദ്യം മുതൽ അവസാനം വരെ ലോയിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു പകുതി സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മുട്ടയുടെ ഒരു നടുക്ക് ഭാഗം വരെ വെച്ച് കൊടുക്കാം. ഒരു പകുതി ഭാഗം വരെ സവാള വളരെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും ഇതേപോലെ സവാളയുടെ മുകളിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന സവാളയാണെങ്കിലും ക്യാപ്സിക്കം ആണെങ്കിലും ഐറ്റംസൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എത്ര കൂടുതൽ വേണമെങ്കിലും കൂടുതൽ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വല്ലാതെ അതിൻ്റെ ഉള്ളിലെ കുരുവൊന്നും ഇല്ലാതെ കുറച്ച് മാത്രമേ പെട്ടിട്ടുള്ളൂ. അതും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 പിഞ്ച് വരുന്ന കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവോ കൂട്ടാം. ഇതിലേക്ക് നിങ്ങൾക്ക് ചുവന്ന മുളക് ക്രഷ് ചെയ്തത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. ഇത് അധികം ഉപ്പില്ലാത്ത ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉപ്പില്ലാത്ത ചീസാണ് എടുത്തിട്ടുള്ളത്. ചീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 പീസ് ചീസ് മതിയെങ്കിൽ അത് ഇതിൻ്റെ നടുക്കേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പെട്ടെന്നൊന്നും തയ്യാറാക്കായിട്ടില്ലെങ്കിൽ സമയമില്ലെങ്കിൽ ഇതേപോലെ ഒരു ഓംലെറ്റ് തയ്യാറാക്കിയാൽ മതി. ചൂട് ചായക്കൊപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്, ഹെൽത്തിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് കൊടുക്കാനാണെങ്കിൽ അതിനും പറ്റും. ഇപ്പോൾ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പോൾ മുട്ട ആകെ കരിഞ്ഞു പോകും, ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ചട്ടകം കൊണ്ട് പൊക്കിയെടുക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ആ പാനോടുകൂടി തന്നെ ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഓംലെറ്റ് ആണ് ഇത്. കുട്ടികൾ 10 മണിക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാനും പറ്റും കുട്ടികൾക്ക്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, 4 മണിക്ക് ചായക്കൊപ്പം കഴിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.